പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾ സങ്കീർണമായി തുടരുന്ന പശ്ചാത്തലത്തിൽ നിർണായക ചർച്ചകൾക്കായി ക്വാഡ് വിദേശകാര്യ മന്ത്രിമാരുടെ ഉച്ചകോടി ഡൽഹിയിൽ നടക്കുകയാണ്. ഇത്തവണ യോഗത്തിന് ആതിഥ്യം വഹിക്കുന്നത് ഇന്ത്യയാണ്. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ഈ ഉന്നതതല യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയാണ്. ഇന്തോ പസഫിക് മേഖലയിലെ സുരക്ഷയും രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണവും വർദ്ധിപ്പിക്കുക എന്നതാണ് ഉച്ചകോടിയുടെ പ്രധാന ലക്ഷ്യം. സുതാര്യമായ സമുദ്രപാതകൾ ഉറപ്പാക്കാൻ യോഗം പ്രത്യേക ഊന്നൽ നൽകുകയാണ്. നിർണായക ധാതുക്കളുടെയും അപൂർവ മൂലകങ്ങളുടെയും സുരക്ഷിതമായ വിതരണം അത് ഉറപ്പാക്കുന്നതിനായുള്ള ചരിത്രപരമായ ഉഭയകക്ഷി കരാറിൽ ഒപ്പുവെച്ച് ഇന്ത്യയും അമേരിക്കയും. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറും US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും ചേർന്നാണ് കരാർ ഒപ്പിട്ടത്. ഡൽഹിയിൽ നടന്ന ക്വാഡ് വിദേശകാര്യ മന്ത്രിമാരുടെ യോഗത്തിന് പിന്നാലെയാണ് ഇരു രാജ്യങ്ങളും ഈ തന്ത്രപ്രധാനമായ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത്. സമുദ്ര ഗതാഗതം, അതോടൊപ്പം തന്നെ ഊർജ്ജ സുരക്ഷ, ആവശ്യ ധാതുക്കളുടെ ലഭ്യത എന്നിവയിൽ പരസ്പര സഹകരണത്തിനുള്ള ചട്ടക്കൂടിന് രൂപം നൽകി ക്വാഡ് രാജ്യങ്ങളുടെ യോഗം. ഹോർമൂസ് കടലിടുക്കിലെ പ്രതിസന്ധി യോഗം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രശ്നപരിഹാരത്തിനുള്ള നീക്കം സജീവമാണെന്ന് അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ പറയുന്നു. ആഗോളതലത്തിൽ നിർണായക ധാതുക്കളുടെ വിതരണത്തിലുള്ള ചൈനയുടെ ഏകപക്ഷീയമായ ആധിപത്യം അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇന്ത്യയും US തമ്മിൽ ഈ സുപ്രധാന കരാറിൽ എത്തിയിരിക്കുന്നത്. ആധുനിക സാങ്കേതിക വിദ്യകൾക്കും പ്രതിരോധ മേഖലകൾക്കും അത്യന്താപേക്ഷിതമാണ് ഈ നിർണായക ധാതുക്കൾ. സെമി കണ്ടക്ടറുകൾ, ഇലക്ട്രിക് വാഹനങ്ങൾ, ശുദ്ധമായ ഊർജ്ജ സാങ്കേതിക വിദ്യകൾ, സ്മാർട്ട് ഫോണുകൾ, അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവയുടെ നിർമ്മാണത്തിന് ലിഥിയം, കോബാൾട്ട്, അതോടൊപ്പം തന്നെ ഗാലിയം തുടങ്ങിയ നിർണായക ധാതുക്കളും അപൂർവ മൂലകങ്ങളും അത്യാവശ്യമാണ്. നിലവിൽ ഇവയുടെ ഖനനത്തിലും അതോടൊപ്പം തന്നെ സംസ്കരണത്തിലും സിംഹഭാഗവും നിയന്ത്രിക്കുന്നത് ചൈനയാണ്. ഈ സാഹചര്യത്തിൽ വിപണിയിലെ സമ്മർദ്ദ തന്ത്രങ്ങളെ പ്രതിരോധിക്കാൻ ഒരൊറ്റ രാജ്യത്തെ മാത്രം ആശ്രയിക്കുന്നത് ഒഴിവാക്കുന്നതിനായാണ് ഇന്ത്യയുടെയും US-ന്റെയും ശ്രമം. ഇരു രാജ്യങ്ങളുടെയും തന്ത്രപ്രധാനമായ കൂട്ടുകെട്ടിന്റെ പ്രായോഗിക ഉദാഹരണമായിട്ടാണ് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഈ കരാറിനെ വിശേഷിപ്പിച്ചത്. 2025 ഫെബ്രുവരിയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വാഷിംഗ്ടണിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഈ തന്ത്രപ്രധാന പങ്കാളിത്തത്തിന്റെ അടിസ്ഥാനം രൂപപ്പെട്ടത്. തുടർന്ന് 2026 ഫെബ്രുവരി 4 വാഷിംഗ്ടണിൽ US മുൻകൈയെടുത്ത് രൂപീകരിച്ച ഫോർജ് കൂട്ടായ്മയിൽ ഇന്ത്യ ഒരു പങ്കാളിയായി. തുടർന്ന് ഈ വർഷം ഫെബ്രുവരി 20 US നേതൃത്വം നൽകുന്ന വിപ്ലവകരമായ പാക് സിലിക്ക സംരംഭത്തിൽ ഇന്ത്യ ഔദ്യോഗികമായി ഒപ്പുവെച്ചിരിക്കുകയാണ്. ക്രിട്ടിക്കൽ മിനറൽസ്, അതോടൊപ്പം തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നിവയ്ക്കായി സുരക്ഷിതമായ വിതരണ ശൃംഖലകൾ സൃഷ്ടിക്കാനാണ് പാക് സിലിക്ക ശ്രമിക്കുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തെ അപലപിച്ച യോഗം അതിർത്തി കടന്നുള്ള ഭീകരവാദം ചെറുക്കാൻ പരസ്പരം സഹകരിക്കുമെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ക്വാഡ് വിദേശകാര്യ മന്ത്രിമാർ സന്ദർശിച്ചു. കൂടാതെ രാഷ്ട്ര നേതാക്കളുടെ ഉച്ചകോടി ഈ വർഷം നടത്തുന്നതിൽ ധാരണയായില്ല. ഇന്ത്യയിലാണ് ഉച്ചകോടി ഇക്കൊല്ലം നടക്കേണ്ടത്.